പരിശുദ്ധാത്മാവിനെ കിട്ടിയവരാണ് നമ്മളെല്ലാവരും, ശരിയാണോ? ആണ്. ഓരോ കൂദാശകളും പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ പരിശുദ്ധാത്മാവിനെ കിട്ടിയ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ വർഗം പുറത്തു പോകാത്തത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പരാതികൾ അവസാനിപ്പിക്കുക. ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതെന്ന് അവസാനിക്കുന്നോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കാതെ കൂടുതലും പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന മനുഷ്യര് തയ്യാറായാൽ ഈ തിന്മയുടെ അരാജകത്വം ഇവിടെ അവസാനിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് ലോകത്തിൽ മുഴുവൻ നടമാടുന്ന തിന്മകളെ കുറിച്ച് മാത്രമല്ല പ്രിയപ്പെട്ട സ്വരങ്ങളെ. നിങ്ങളുടെ വീട്ടിലൊരു അസ്വസ്ഥതയുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊരു കലഹമുണ്ടോ? അപ്പനും അമ്മയും തമ്മിൽ വഴക്കാണ്, മക്കൾ അനുസരിക്കുന്നില്ല, നിങ്ങൾ വിലപിക്കുകയാണ്, സങ്കടപ്പെടും, ഉറപ്പായിട്ട് സങ്കടപ്പെടും, വിഷമിക്കും. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ഈ പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കും. അവരോട് പ്രാർത്ഥിക്കും, ഇവരോട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറയും. നിങ്ങൾ പരിശുദ്ധാത്മാവ് കിട്ടി നിങ്ങൾ എന്നാ ചെയ്തോണ്ടിരിക്കണേ? പരാതിപ്പെടരുത്. ജീവിത പങ്കാളി ഇങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്, മാതാപിതാക്കൾ ഇങ്ങനെയാണ്. പരാതിയല്ല, പ്രാർത്ഥന കൊണ്ടാണ് ഉത്തരം കിട്ടുക. പരാതി കൊണ്ട് സങ്കടം കൂടത്തേ ഉള്ളൂ. പരാതി കൊണ്ട് പിശാച് ഇറങ്ങി പോകത്തില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ആ കുടുംബത്തിലെ അസ്വസ്ഥതയാകുന്ന പിശാച് ഇറങ്ങി പോകത്തുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ചില ദുശീലങ്ങളുണ്ട്. ഒരു തിന്മയ്ക്ക് നമ്മൾ കൈ കൊടുത്തു, വീണുപോയി, ഇത് പോകുന്നില്ല. നമ്മൾ ഒത്തിരി കുമ്പസാരിച്ചു, ഒത്തിരി ആൾക്കാരോട് പ്രാർത്ഥനാ നിയോഗം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണേ, എൻ്റെ ഈ സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. മാറുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. നീ പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിച്ചാൽ ഈ പിശാച് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പരിശുദ്ധാത്മാവ് നിറയണമെന്ന്. ഇത് തിന്മയുടെ ദിനങ്ങളാണ്, ഭയപ്പെടുകയല്ല വേണ്ടത്. ആ സമയത്ത് പ്രാർത്ഥനയുടെ ശക്തി കൂട്ടണം. ആ വചനഭാഗം ഒന്ന് തുടർന്ന് വായിച്ചേ. എഫേസ്യോസ് ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ വാക്യങ്ങളാണ്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയം കളയരുതെന്ന്. ഇങ്ങനൊരു ധ്യാനമൊക്കെ കൂടാൻ കിട്ടുന്ന ഒരു സമയം, വചനം വായിക്കാൻ കിട്ടുന്ന സമയം, ബലിയർപ്പിക്കാൻ കിട്ടുന്ന സമയം, അത് കളയരുത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ട്, അത് കളയരുത്. ആ സമയത്ത് നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഇടപെടരുത്. എന്നിട്ട് വീട്ടിൽ പ്രശ്നമാണ്, വീട്ടിൽ അസ്വസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്. പ്രാർത്ഥന ആ വീട്ടിൽ ഉയർന്നാൽ പിശാച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങും.